Hey guys, welcome back to another video. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇതുപോലെയുള്ള ഒരു ലേറ്റസ്റ്റ് പോസ്റ്റിൻ്റെ ഗ്രിഡാണ്, പോസ്റ്റ് ഗ്രിഡാണ്. സോ നമുക്ക് ഈ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു എബൌട്ട് മീയുടെ സെക്ഷനാണ്. ഓക്കെ, സോ വളരെ സിമ്പിളാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഹോം പേജിൽ വന്നിട്ട് നമ്മുടെ എലിമെൻറ്റർ ഓൾറെഡി ഓപ്പൺഡ് ആണ്. സോ നമുക്ക് ഇനി ഇവിടെ വന്ന് നമുക്കിവിടെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സിംഗിൾ സെക്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ഹെഡിങ് ആഡ് ചെയ്യാം. ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഹെഡിങ്ങിനൊരു പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എബൌട്ട് മീ ആണ്. അതിനുശേഷം നമുക്ക് ഈ മുകളിലേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് പോസ്റ്റ് എന്ന ഈ ഹെഡിങ് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ എബൌട്ട് എന്ന ഈ ടെക്സ്റ്റിൻ്റെ മുകളിൽ നമുക്ക് പേജ് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈൽ പേസ്റ്റായി. ഇനി നമുക്കിവിടെ ഇന്നർ സെക്ഷൻ ആഡ് ചെയ്യാം. ഇതിൻ്റെ താഴെ ഇന്നർ സെക്ഷൻ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ കാണുന്ന ബോക്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ കോളത്തിൻ്റെ ബോക്സാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് 30% കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഈ പ്ലസ്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം ടീം മെമ്പർ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന ഈ എലിമെൻ്റാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ എലിമെൻ്റാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്കിവിടെ ഇമേജിൽ വന്നിട്ട് നമുക്ക് ഒരു സെലക്റ്റഡ് ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 1:1 റേഷ്യോയിലാണ്. ഇനി നമുക്കിതിന് പേര് കൊടുക്കണം. സോ ഞാനിവിടെ കൊടുക്കണം മിക്കി ജോൺസൺ. നെയിം മിക്കി ജോൺസൺ എന്ന് ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ജോബ് ടൈറ്റിൽ ഇവിടെ നമുക്ക് ഫുഡ് ബ്ലോഗർ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. എനിക്കിപ്പോൾ അത് വേണ്ട, അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഡിവൈഡർ കാണാം. ഇത് നമുക്ക് ഇതുപോലെ വെക്കാവുന്നതാണ്. അതുപോലെ അതിൻ്റെ പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ബിഫോർ ജോബ് അതുപോലെ ആഫ്റ്റർ ജോബ്. ഓക്കെ, അപ്പോൾ ഞാൻ ആസ് ഇറ്റ് ഈസ് അത് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ ഐക്കൺസ് ആണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഈ കാണുന്ന ഓപ്പൺ ഇൻ ന്യൂ വിൻഡോ, ഇത് നമുക്ക് യെസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഐക്കൺ നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഐക്കൺ ലൈബ്രറി ഉണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അനേക ലൈബ്രറിയിലെ ഐക്കൺസ് കാണാൻ കഴിയും. സോ ഞാൻ ഇവിടെ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് യൂട്യൂബിൻ്റെ ഐക്കൺ. അതുപോലെ നമുക്കിവിടെ അതിൻ്റെ യൂട്യൂബിൻ്റെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതിപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ മാക്സിമം 5 സോഷ്യൽ ലിങ്ക്സ് ഉണ്ട്. 5 സോഷ്യൽ ലിങ്ക്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ട്വിറ്ററിൻ്റെ സോഷ്യൽ ലിങ്ക്സിൽ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ അടുത്തതായിട്ട് ലിങ്ക്ഡിൻ, പിന്നെ അടുത്തതായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഐക്കണൊന്നും തന്നിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഐക്കൺ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ആഡ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഐക്കൺ സെർച്ചിൽ നമുക്കിവിടെ വന്നിട്ട് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പം ഈ ഫസ്റ്റ് കാണുന്ന ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പം നമ്മുടെ എലിമെൻറ്റ്സൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടനാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഷോ ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ബട്ടൺ ടെക്സ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ആസ് ഇറ്റ് ഈസ് വെക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് ലിങ്ക് കൊടുക്കുക. ഇപ്പോൾ എബൌട്ട് മീയുടെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ സാധാരണ ഒരു മുമ്പേ കോപ്പി ചെയ്ത ലിങ്ക് തന്നെ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ് യൂട്യൂബിൻ്റെ. ഇനി നമുക്ക് സ്റ്റൈലിൽ വരാം. സ്റ്റൈലിൽ വന്നിട്ട് നമ്മുടെ ഇമേജിൻ്റെ സൈസ്, ഈ നമ്മുടെ പ്രൊഫൈൽ ഇമേജിൻ്റെ സൈസ് നമുക്ക് 50 ആക്കാം. അതുപോലെ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ഇവിടെ നമുക്ക് ബോർഡർ റേഡിയസ് നമുക്ക് ഇവിടെ % എന്ന് പറഞ്ഞ സൈൻ കാണും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് 50 കൊടുക്കാം. അപ്പോൾ ഇത് സർക്കിളായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇനി നമുക്ക് അഡ്വാൻസ് ടാബിൽ വരാം. അഡ്വാൻസ് ടാബിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പാഡിങ് നമുക്കിവിടെ ആദ്യമേ ഡീലിംഗ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് പാഡിങ് ടോപ്പിൽ നമുക്ക് 50 പിക്സൽ കൊടുക്കാം. 50 പിക്സൽ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വരാം. ബാക്ക്ഗ്രൗണ്ടിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനെ ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ ഗ്രേഡിയൻ്റ് എന്ന് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ കളേഴ്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു കളർ ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഇതുപോലുള്ള കളർ ബാറിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലൊരു കളർ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമുള്ള കളർ നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ കാണുന്ന ബാർ നമ്മൾ ട്വിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല കളറും നമുക്ക് ഇതുപോലെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോർഡറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ടീം മെമ്പറിൻ്റെ ഈ ഇതിന് ഒരു ബോർഡർ കൊടുക്കാം. നമുക്ക് 1 പിക്സൽ വിഡ്ത്ത് കൊടുക്കാം സോളിഡ്. എന്നിട്ട് നമുക്ക് കളർ കൊടുക്കാം വൈറ്റ്. അതിനുശേഷം നമുക്കിവിടെ ബോർഡർ റേഡിയസിൽ നമുക്ക് 20 കൊടുക്കാം. 20 പിക്സലാണ്. അപ്പോൾ നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു ചെറിയ കർവ് വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ ബോർഡേഴ്സിലൊക്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ സ്റ്റൈലിൽ വീണ്ടും വരാം. അതിനുശേഷം നമുക്ക് ഇവിടെ കോണ്ടൻറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആദ്യമേ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ഈ കളറാണ്. അപ്പം നമുക്ക് ഈ മിക്കി ജോൺസൺ എഴുതിയിരിക്കുന്നത് നമുക്ക് വൈറ്റ് കളറാക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടൈപ്പോഗ്രഫി ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ സൈസിൽ വന്നിട്ട് 14 പിക്സൽ കൊടുക്കാം. വേണ്ട, നമുക്ക് 16 പിക്സൽ കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ട്രാൻസ്ഫോമിൽ വന്നിട്ട് അപ്പർ കേസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെയിറ്റ് വരാം. വെയിറ്റ് വന്നിട്ട് നമുക്ക് ഒരു 600 വെയിറ്റ് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഇത് നമ്മുടെ ജോബ് ടൈറ്റിലിൻ്റെ കളർ. ഓക്കെ, അത് കുറച്ചും കൂടെ ലൈറ്റ് ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടെ വിസിബിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് അടുത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിലാണ് പോകേണ്ടത്. സോഷ്യൽ മീഡിയയുടെ കളറാണ്. കാരണം ഇത് വളരെ ഡാർക്ക് കളറായിട്ട് ഇരിക്കുന്നു. അത് കാരണം ഇത് കാണാൻ കഴിയുന്നില്ല, വിസിബിൾ അല്ല. സോ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കളറിൻ്റെ സെക്ഷനിൽ നമുക്ക് ആദ്യം നമുക്ക് ഈ കളർ അങ്ങ് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ വൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐക്കൺസിൻ്റെ കളർ വൈറ്റായി. ഇനി ഇതുപോലെ സ്ട്രോക്സിൻ്റെ കളറും ബോർഡർ കളറും വൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിപ്പോൾ ഹോവർ ചെയ്യുമ്പോൾ മാത്രമേ മുമ്പേ കണ്ട കളറ് ആയിട്ട് കാണുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ബട്ടണിലാണ്. ബട്ടൺസിൽ വന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് കളർ. ഓക്കെ, നമുക്ക് ഇവിടെ കളറാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്കിവിടെ കളർ വരാം. ബൈ ഡിഫോൾട്ട് ഇപ്പോൾ വൈറ്റ് ആണ്. സോ നമ്മൾ മുമ്പേ കോപ്പി ചെയ്ത കളർ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ബ്ലൂയിഷ് കളറാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ മുമ്പേ കോപ്പി ചെയ്ത കളർ തന്നെ പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് കളർ. ഇത് വൈറ്റ് ആക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ബോർഡർ കളറും വൈറ്റ് ആക്കാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യാം ഇതുപോലെ. അപ്പം ബോർഡർ കളറും വൈറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ഷാഡോ ആണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബട്ടണിനൊരു ബോക്സ് ഷാഡോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഹൊറിസോണ്ടൽ റൈറ്റിലേക്ക് നമ്മൾ ആക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു കാണും. അത് വെർട്ടിക്കൽ ലെഫ്റ്റിലേക്ക് ആക്കുമ്പോൾ ഇത് മുകളിലോട്ട് പോകും. ഈ ഷാഡോ നമുക്ക് താഴോട്ടാക്കാം. അതിനുവേണ്ടി റൈറ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ 4 ഞാൻ സെലക്ട് ചെയ്തു. അതുപോലെ ബ്ലർ ഇപ്പം നമുക്ക് 7 മതി. ഇനി ഓക്കെ, ഇത്രയും മതി.
ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ബോർഡർ റേഡിയസ് ബോർഡർ ടൈപ്പ് കൊടുക്കാം, സോളിഡ് കൊടുക്കാം, 1 പിക്സൽ. ഓക്കെ, 1 പിക്സൽ ആസ് ഇറ്റ് ഈസ്, ഇത് മതി. ഇനി അടുത്ത നമുക്ക് ബോർഡർ റേഡിയസ് നമുക്ക് 20 പിക്സൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ 20 എഴുതി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളിവിടെ ഒരു പ്രൊഫൈൽ കാർഡ് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമുക്കിവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് കോളത്തിൻ്റെ പ്ലസ്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ കാണും, അത് നമുക്കിവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് നമുക്ക്, ഇത് ബൈ ഡിഫോൾട്ട് ടെക്സ്റ്റ് ആണ്, ഇത് നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യാം. ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിലെ കാണുന്ന ലെറ്റർ നമുക്ക് ക്യാപിറ്റലായിട്ട് കാണാൻ കഴിയും. എന്നിട്ട് നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, എലിമെൻറ്റർ വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ചെയ്ത് വളരെ നമ്മുടെ ഡിസൈനിങ് സ്കിൽസ് വളരെ ഫാസ്റ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ എബൌട്ട് മീ എന്ന സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫുഡ് ബ്ലോഗിങ് ചാനലിന് വേണ്ടി, നമ്മുടെ ഫുഡ് ബ്ലോഗിങ് വെബ്സൈറ്റിന് വേണ്ടിയുള്ള ഒരു ഡിസൈനാണിത്. സോ ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദി വൈസ് മാൻ ചാനൽ മലയാളം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.